ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇനി നമുക്ക് മുമ്പായി അവരെങ്ങാനും അകത്ത് പോയോ? ഏയ്, ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടി കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുമോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കണ്ട, നമ്മൾ കൃത്യസമയത്താ വന്നത്. ധൈര്യമായിട്ടിരിക്കും. എന്നാൽ പിന്നെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണ പറ്റി നിരാശരായി മടങ്ങിയിട്ട് വന്നാലോ? അത് ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറക്കം വരാതിരിക്കാൻ പാട്ടുപാടി സ്തുതിക്കാം. അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. എന്താ താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇതെന്ത് കൂത്താ? ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഓ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കരോക്കെയായി വന്നേനെ. ഓ, വലിയ ഭക്തരാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, മെല്ലെ മെല്ലെ ഇട്ടിരിക്കുന്നു. നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ മറ്റു 2 എണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ ജോലിക്കാര്യം? ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും വിളിയോടെ വിളിയാ. എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഇമ്പോർട്ടന്റ്. സോ ഞാൻ എങ്ങും പോകുന്നില്ല. പിന്നെ വല്ല ആപ്പിളും പറിക്കാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? ഇറ്റ്സ് ലോങ് സ്റ്റോറി. രാവിലെ എനിക്ക് സൂംബ പ്രാക്ടീസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെനിക്ക് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ലഞ്ച്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് TV ഷോക്കാർ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എൻ്റെ ഡാൻസ് കണ്ടിട്ടായിരിക്കും. ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെ വേണമെന്നാണ് അവർ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത്രയും നേരം എവിടെയായിരുന്നു? ഓ, മലയാളമായിരുന്നു. ആശ്വാസമായി. സ്വന്തം ഭാഷയായിരുന്നു. ഒരു റിലാക്സേഷൻ ആണ്. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റാണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെ വേണേലും പോസ്റ്റ് ചെയ്യും. നീ ആദ്യം ഇത് പറ. 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. അല്ലല്ല, ഫാൻസ്. അതൊക്കെ വിട്. മണവാളം വരാറായോ? കഴിഞ്ഞ പ്രാവശ്യം ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഫോട്ടോ ഇട്ടപ്പോൾ നീ ഒന്നും ഒരു ലൈക്ക് പോലും തന്നില്ലല്ലോ. വീടുമില്ല, കറണ്ടും ഇല്ലാത്ത വീട്ടില് ഇൻഡക്ഷൻ കൊടുക്കുന്നതിന് ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നത്? ഇവിടെ ഗ്യാസ് പോലും കിട്ടാനില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ കൊടുത്തത് തന്നെ വലിയ കാര്യം. യജമാനൻ വരാറായെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഓ, എന്ത് വെപ്രാളോ പെണ്ണുമുള്ള നിങ്ങൾക്ക്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അയ്യോ, ഞാൻ എണ്ണ എടുക്കാൻ മറന്നുപോയി. നീയും എടുത്തില്ലയോ? ഞാനും എടുത്തില്ല. ചുരുക്കി പറഞ്ഞ നമ്മൾ 5 പേരും എടുത്തില്ല. അതിനെന്താ, നമുക്ക് ഇവരോട് ചോദിക്കാം. Can you share some oil, please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നു പോയത് കൊണ്ടല്ലേ. ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കുറച്ച് തന്നാൽ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. നിങ്ങൾ അടുത്തുള്ള കടയിൽ നിന്നും വാങ്ങുന്നതല്ലേ നല്ലത്. ചുരുക്കി പറഞ്ഞ നീ ഒന്നും ഞങ്ങൾക്ക് തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോടൊന്നും ചോദിക്കേണ്ടെന്ന്.
ഇവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഉള്ളപ്പോ ഇവരോട് ഇതിന് വെക്കുകയില്ല. കം ഫോളോ മീ. വെള്ളയിട്ട് ഇറങ്ങിക്കോളും ഓരോരോ ശല്യങ്ങള്. കണ്ടാലും ഭയങ്കര ഭക്തി, കയ്യിരിപ്പ്, ആർക്കും ഒന്നും കൊടുക്കത്തില്ല. ഇവളുമാർ എവിടെ പോയി? കുറച്ചെണ്ണ തലയിൽ കൂടി ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാർ അകത്ത് കയറി കഥകടച്ചെന്നാ തോന്നുന്നേ. ഇനി നമ്മളെ പേടിച്ചെങ്ങാനും കഥകടച്ചതാണോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, കഥ തുറക്ക്. കഥക തുറക്ക്. ഞങ്ങൾ ഇവിടെ വാതിൽക്കൽ തന്നെയുണ്ട്. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലിലും കമ്മിറ്റിലും സ്മ്യൂളിലും സ്ഥിരമായി പാടുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയത്തില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയത്തില്ല. എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹലോ, കഥവ് തുറക്കൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നോ ഞാൻ അറിയുന്നില്ല. ലോകം മൊത്തം അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസിനെ അറിയത്തില്ലെന്നോ? കടന്നു പോകുവിൻ ഇവിടെ നിന്ന്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്താടി, നീ പേടിച്ചു പോയോ? പിന്നെ ഇതിനേക്കാൾ വലിയ അലറൽ കേട്ടിട്ട് പേടിച്ചില്ല. പിന്നെയല്ലേ ഇത്. ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഓടി അകലുവിൻ, ജാഗരൂകരാകുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറുകളോ നിങ്ങൾ അറിയുന്നില്ലല്ലോ. എന്താണ് ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കാകെ പേടിയാകുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് അമിതമായ ദ്രവ്യാഗ്രഹവും ആർഭാടവും ജഡിക മോഹങ്ങളും അകറ്റണമേ. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും.